എന്തായാലും ഓരോരുത്തരുടെ അവസ്ഥ. ഒരു മരം കൊണ്ട് കുഴിച്ചിടണേ, എന്നിട്ട് എല്ലാവരും അവിടെ പോയിട്ട് പൈസ ഇടണേ, ഒരു കല്ല് വെക്കണേ, എല്ലാവരും അതിൻ്റെ കൂടെ പോയി. ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ. അതായത് എല്ലാ മനുഷ്യന്മാരെയും പറ്റിക്കാൻ പറ്റുന്ന സാധനം, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകളെ പറ്റിക്കലേ. നിങ്ങൾ ആലോചിക്കും, നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഈ വിഷയങ്ങൾ നടക്കുന്നതെങ്കിൽ നമ്മൾ കേരളക്കാരും മലയാളികളൊക്കെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് അവിടെ എന്താണ് ഭയങ്കര ബോറാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, കൾച്ചറാണ് പറഞ്ഞിട്ടുണ്ട്. ചെങ്ങന്മാരെ നമ്മളെ നാട്ടിൽ എന്തൊക്കെ ഉടായിപ്പോഴാണ് നടക്കുന്നത്. കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ഇതിനൊക്കെ വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോകും കുറേ ആൾക്കാരും. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പോകുന്നത്. ഇവിടെ രാജസ്ഥാനിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പക്കാ നെയ്ക്കഡായിട്ട് കുറച്ച് ആളുകൾ, ഒരു വിഭാഗമാണ്, ഒന്നും ഇടൂല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒന്നും ഡ്രസ്സൊന്നും ഇടാതെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വരും. ഭയങ്കര ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡ്, പല ബഹുമുഖന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരൊക്കെ. എന്നിട്ട് ഇവർ കുളിച്ച വെള്ളം, അതായത് മലമൂത്ര വിസർജനം നടത്തിയ വെള്ളമൊക്കെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, പൂജിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടേക്കും. എന്നതുപോലത്തെ ഓരോ സാധനങ്ങളാണ് അവിടെ. മൂടിയിട്ട വെള്ളം കൊടുക്കണ്, അതിട്ട വെള്ളം, പടച്ചോ എന്നുള്ളത് എന്നല്ല, അഹദ്. ഖുർആനിലും എല്ലായിടത്തും പറഞ്ഞ സാധനമാണ് അഹദ് എന്നുള്ളത്, ഏകൻ. പടപ്പുകളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, പടച്ചോനിലാണ് വിശ്വസിക്കേണ്ടത്.